മുമ്പൊക്കെ ഏത് ലോകകപ്പ് നടക്കുമ്പോൾ ആരാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് എല്ലാവരും പറയുന്ന ഉത്തരം ബ്രസീലായിരുന്നു. ബ്രസീൽ അല്ലെങ്കിൽ മറ്റാര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ കാരണം 94 ചാമ്പ്യന്മാരാണ്, 98 റണ്ണേഴ്സപ്പാണ്, 2002 വീണ്ടും ചാമ്പ്യന്മാർ, 2006 ലോകകപ്പിന് വരുമ്പോൾ അവർ അതിഗംഭീര സ്കോഡായിരുന്നു. 2010 14 ആതിഥേയരായാലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഒരു പക്ഷേ ഏറ്റവും മോശം കാലങ്ങളിലൊന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ബ്രസീലിന് അങ്ങനെ തള്ളാനൊന്നും പറ്റില്ല. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ബ്രസീൽ ടീമൊന്നും പോരാന്ന്. പക്ഷേ ഒരു ക്ലബ് ഫുട്ബോൾ നിരീക്ഷിക്കുന്ന ഒരാൾക്കും അങ്ങനെ ബ്രസീലിനെ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ബ്രസീലിൻ്റെ പ്ലേയേഴ്സൊക്കെ ഇപ്പോഴും കളിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് ലെവൽ ക്ലബ്ബുകളിലാണ്. ആരായാലും ഇപ്പോൾ വിനീഷ്യസ് ആയാലും റഫീഞ്ഞ ആയാലും ഏത് പൊസിഷനും, ഇപ്പോൾ മത്തേവൂസ് കുഞ്ഞ, ഇപ്പോൾ ഈ പ്രീമിയർ ലീഗിലൊക്കെ ഓരോ ക്ലബ്ബിലും ഓരോ താരങ്ങളാണ്. ഇപ്പോൾ യുണൈറ്റഡിൽ മത്തേവൂസ് കുഞ്ഞയുണ്ട്, അപ്പുറത്ത് ഓരോ ടീമിലും അങ്ങനെ അതെ ഗബ്രിയേലോ, ഐസനലിൻ്റെ ഗബ്രിയേൽ നമ്മളങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വരാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ചെൽസിയിൽ പുതിയ എസ്തവോ വില്ലൻ, അങ്ങനെ പല ഇനി ചെറിയ പ്രീമിയർ ലീഗ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലടക്കം മുറിയിലോയോ പോലുള്ള ഉണ്ട്. ഗോൾ കീപ്പിംഗ് അലിസൺ ഉണ്ട്, സ്റ്റിൽ കസമിറോ ഓരോ പൊസിഷനിലും സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബ്രസീലിൻ്റെ ഇത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയ ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ഒരു സാധ്യത. ഇപ്പോൾ ഈ കാർലോ ആഞ്ചലോട്ടി ഒരു സാധാരണ ബ്രസീലിയൻ മാനേജർമാരെ പരിചയം എടുത്തിട്ടാണ് ഒരു പുതിയ മാനേജർ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതും ചെറിയ പേരല്ല. ഫുട്ബോളിലെ ഒരു ഹിസ്റ്ററി എടുത്താൽ എക്കാലത്തെയും വെച്ചൊരു 10 മാനേജർമാരെ ക്ലബ് ഫുട്ബോളിൽ എടുത്താൽ അതിലൊരാളായിരിക്കും ആഞ്ചലോട്ടി. AC മിലാനെ കിരീടം ചോദിച്ച ആളാണ്, റയലിനൊപ്പം യൂറോപ്പ് എത്രയോ തവണ ജയിച്ച ആളാണ്, അങ്ങനെ വലിയ ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ അവർക്ക് പക്ഷേ എനിക്ക് തോന്നുന്നത് താരതമ്യേന അർജൻറ്റീനയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായ ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഡെത്ത് ഗ്രൂപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, കാരണം ആദ്യ മത്സരം മൊറോക്കോയുമായാണ്. മൊറോക്കോ നമുക്കറിയാം പോയ ലോകകപ്പിലെ സെമിയാണ്, ഒളിമ്പിക്സിലെ ജേതാക്കളാണ്, ഗോൾഡ് മെഡൽ ഫൈനലിസ്റ്റുകളായിരുന്നു. അങ്ങനെ വലിയ ടീമുണ്ട്, ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്, ഹക്കീമിയുണ്ട്, സിയച്ച് ഉണ്ട്, മസ്രാവി ഉണ്ട്, അങ്ങനെ വലിയ ടീമുണ്ട്. അതും ആദ്യ മത്സരം ഒരുപക്ഷെ മൊറോക്കോയോട് തോൽക്കാതിരിക്കട്ടെ. പക്ഷെ തോൽക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രഷർ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും.